ഹലോ അസാബ്സിൻ്റെ പാർട്ടീസ് പുതിയ ഡേയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ക്യോട്ടോ സ്റ്റേഷനിലാണ്. നമ്മളപ്പോൾ ഒസാക്കയിൽ നിന്ന് ഒരു 13 മിനിറ്റ്, ശരിക്കും പറഞ്ഞാൽ 2-3 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഷിനകാസിനായതുകൊണ്ട് 13 മിനിറ്റിൽ നമ്മളിവിടെ എത്തി. രാവിലത്തെ ട്രെയിൻ പിടിച്ചു. ഇനി വൈകിട്ട് വരെ ക്യോട്ടോയിലായിരിക്കും. ഇവിടെ ഒരു നേച്ചർ വൈബുള്ള ഏരിയ ആണ്. ഇവിടെ അതെല്ലാം ഓരോന്നും തപ്പണം. അപ്പം നമ്മളിപ്പോൾ ഒരു ക്യോട്ടോ സ്റ്റേഷനിലെത്തി. സീനാട്ടോ, ഇത് ട്രഡീഷണൽ ജപ്പാനിലും പോലെയാണ്. പഴയ ടൈപ്പ് വീടുകൾ, താമസമാണ്. ഇനി നമ്മളൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. നോക്കാം. ടെമ്പിൾ ഇവിടെ വന്നതിന് ശേഷം സൂര്യൻ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ല. ഇന്നാണ് കുറച്ചൊക്കെ ഒരു വെളിച്ചം കാണുന്നത്. അല്ലെങ്കിൽ അപ്പൊക്കെയാലും മഴയും ഇട്ടേണ്ടതാണ്. പക്ഷെ നല്ല സുഖമുണ്ട്. നമ്മുടെ ടെമ്പിളിൻ്റെ സൈറ്റിലെത്തി. കിൻകാക്കുചി ഗോൾഡൻ ടെമ്പിളോ, എന്താണ് ഗോൾഡൻ പവലിയൻ എന്നും പറയും. എല്ലാവർക്കും അങ്ങനെ അറിയുന്നേ എന്നാണ്. റോച്ച് അതിലൊക്കെ നടക്കുമ്പോൾ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഈ ഓർമ്മയായിരുന്നു. ഇവിടെ മറ്റേ ഇത് ബ്ലോസം ഉണ്ടായിരുന്ന സീനെ, ചെറിയ ബ്ലോസം. അപ്പോൾ അതാ അതിലേക്ക് അവിടോട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോയി നോക്കാം. അപ്പോ നമ്മൾ അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ബേസിക്കലി ഇതിൽ കയറണമെങ്കിൽ ഒരു ചാർജ് ഉണ്ട്. 500 yen ചാർജ് ഉണ്ട്. ഇതാ രസമുണ്ട്. പിന്നെ ഒരു നല്ല ഗാർഡനും അങ്ങനത്തെ ഇതോ ഒരു വാക്ക് വേ പോലെ ഇങ്ങനെ നടന്ന് വട്ടം ചുറ്റി കാണാം. കുറേ ഗ്രൂപ്പ്സ് വന്നപ്പോൾ അതുകൊണ്ട് നല്ല തിരക്ക് കൂടി. എത്ര തിരക്കില്ല, നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ടെമ്പിള് ഷ്രൈനാണ്. അപ്പൊ കുറെ പേര് പോയിട്ട് ബെല്ലെല്ലാം അടിക്കുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. നമുക്ക് അടിക്കാൻ പറ്റാവോ നോക്കണം. ഇതില് നടന്നിറങ്ങുവാണ്. ഒരു ഷ്രൈനും പിന്നെ ആ ടെമ്പിളും ആണ് മെയിനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഗുഡ് ലക്ക് ചാമൊക്കെ ഉണ്ടായി. മറ്റേ ആദ്യത്തെ ടോക്കിയോയിലെ സെൻസോജിയിൽ പോയപ്പോൾ ബാഡ് ലക്ക് എന്നൊക്കെയല്ലേ പറഞ്ഞേ. പിന്നെ വെറുതെ റിസ്ക് എടുക്കണം. ഒരു ഗുഡ് ലക്കിന്റെ സാധനം 500 എന്ന് പറയുമ്പോൾ എത്ര 10 റംസം കണ്ടേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അതങ്ങ് വാങ്ങിച്ചു. ഇനി അത് കാരണം എൻ്റെ ട്രിപ്പുകളാവണ്ട, അല്ലെങ്കിൽ ജീവിതമേക്കുള്ള ഭയങ്കര റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇനി അടുത്ത ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട്. എന്തോ ബാംബൂ ഗ്രേവോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ടാക്സി എടുക്കണോ അതോ ബസ് പിടിക്കണോ എന്നറിയുന്നത്. ബസ് പിടിച്ചാൽ 1 മണിക്കൂർ എടുക്കും. ഇവിടെ നിന്ന് 20 മിനിറ്റ് ഉണ്ട് പോകാൻ വണ്ടിയിലാണെങ്കിൽ. ടാക്സി നോക്കട്ടെ എന്താ അവസ്ഥ. ഞാൻ ടാക്സി പിടിച്ചു. ഇപ്പം നമ്മളെ ബാംബൂ ഗ്രോവ് ഫോറസ്റ്റില് അരാഷിയാം ഉള്ളത് ഫുള്ളൊരു ബാംബൂ ഉള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. കാണിച്ചു തരാം.
നമ്മളിപ്പോ ഇറങ്ങി സ്ഥലത്ത് നിന്ന് ഇറങ്ങി. അപ്പൊ ഇങ്ങനെ ഓരോ സ്ട്രീറ്റിൽ കൂടെ പോയി നമ്മള് മെട്രോ പഠിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. നല്ല എസ്തെറ്റിക് സ്ട്രീറ്റ് ആണ്. നല്ല ഒരു ദിവസം 2 ദിവസമൊക്കെ നിൽക്കാൻ പറ്റും. നല്ല രസമുണ്ട്. ഒരു കാമായ സ്ഥലം. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. ഇപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് നമ്മൾ ഫസ്റ്റ് എത്തിയ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് ഇനി വീണ്ടും വേറെ ബസ് മാറി കയറി പോണം. അവിടെ എത്തുമ്പോൾ ബാക്കി കാണാം. നമ്മൾ നടന്നൊരു ഷ്രൈൻ പോലത്തെ സ്ഥലത്ത് പോകുന്നുണ്ട്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്പലം അടുത്ത അമ്പലം ഏരി ഫുൾ അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. ആണ് നമ്മുടെ ലാസ്റ്റ് ഷ്രൈൻ. ഇവിടുന്ന് സെയിം വ്യൂ ആണ്. മരം നല്ല വ്യൂ ആണ്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്നതാണ്. ഇതാണ് ഷ്രൈൻ. കുറച്ച് വീഡിയോസ് അവിടെ നിന്ന് എടുത്ത് അതെന്തായാലും ഇടുമായിരിക്കും. അവിടെ ഭയങ്കര തിരക്കാണ്. വീഡിയോ എടുക്കാൻ കുറച്ച് പണിയാണ്. നമ്മുടെ ഷ്രൈനും അതും ഇതെല്ലാം കണ്ടിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ഒസാക്കയ്ക്ക് പോവാം. ഇതാണ് ഷിനക്കാസൻ ബുള്ളറ്റ് ട്രെയിൻ. 13 മിനിറ്റിൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ കയറുന്ന വേറൊരു ടെമ്പിൾ ടെമ്പിളാണ്. ഷ്രൈനും ടെമ്പിളും തന്നെ. ക്യോട്ടോ മെയിനായിട്ട് അതൊക്കെ തന്നെ തോന്നുന്നു. അപ്പോൾ അടുത്ത നമ്മളിപ്പോൾ ഇനാരി ഷ്രൈൻസ്. ഇത് മറ്റേ കുറേ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്ന സ്ഥലമാണ്. ആ ഷ്രൈനിൻ്റെ ഏരിയയിൽ കൂടെ ഇനി നടക്കണം. എന്നിട്ട് അതിലേക്ക് കൂടെ ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കണം. വലിയ തിരക്കില്ല കമ്പയർഡ് ടു വീഡിയോസിലെല്ലാം കണ്ടു വെച്ചിട്ട് അത്ര തിരക്കൊന്നും ഇല്ല. അവിടെ എത്തുമ്പോൾ അറിയാം. ഇപ്പോൾ എൻട്രൻസ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതാണ് അടുത്ത മാപ്പ്. നമ്മളവിടെയാണുള്ളത്. അതിൽ നേരെ പോയി റൈറ്റ് എടുത്ത് വീണ്ടും ഒരു റൈറ്റ് എടുത്താൽ ഷ്രൈനിൻ്റെ റൂട്ട് എത്തും. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹലോ സ്പീക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഗുഡ് ലക്കിന് ആൾക്കാരെ കെട്ടിവെക്കുന്നതാണ്. ഇവൻ ഇങ്ങനെ ഓരോന്നും കാണാൻ ചിലക്കുന്നത്. ഇവനെന്താ അറിയാം, ഇവനെന്താ തണ്ടെന്നറിയാം. ഈ നാട്ടിൽ ആർക്കും മലയാളം ഹിന്ദി ഒന്നും അറിയില്ല. ഞാൻ പറയും, എനിക്കറിയാലോ. നീ ജാപ്പനീസിൽ പറയാം. ഉണ്ടാക്കുന്നത് അമ്പലമാണ്. അമ്പലം ഇവൻ ഹിന്ദു മിത്തോളജിയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വന്നിട്ട് ഇവര് ഹിന്ദുസിനല്ല, ഇവര് ദൈവം ബുദ്ധയാണ്. ഇവരെ വേറെ ദൈവം തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. The point in coming here and tying the note. You have to do your own work. You create your own distance. So